പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അന്ന് മല്ലികാർജുന ഖാർഗെയുടെ പിറന്നാൾ ദിവസമാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയൊരു മാർച്ച് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ ഇന്ത്യ സഖ്യം ഒരു മാർച്ച് നടത്തിയത്. 2 എഫ്ഐആറുകളാണ് നിലവിൽ ഇപ്പോൾ ഡൽഹി പോലീസ് രാഹുലിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതീവ സുരക്ഷാ മേഖലയിൽ അനുമതിയില്ലാതെ പ്രതിഷേധം സംഘടിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് കേസ് എടുത്തിട്ടുള്ളത്. ലോക് കല്യാൺ മാർഗിലെ ഗേറ്റിനു മുന്നിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും പ്രതിഷേധം നടന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ രാജാജി മാർഗിലെ വസതിയിൽ നിന്നും 1/2 കിലോമീറ്ററോളം അകലെയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള പ്രവേശന കവാടം. ഖാർഗെയുടെ വസതിയിൽ നിന്നും കാൽനടയായാണ് കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് എത്തിയത്. 1 മണിക്കൂറിനകം പ്രതിഷേധിച്ച ചില നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ റോഡുകൾ അടച്ച പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും രംഗത്ത് ഇറക്കുകയായിരുന്നു. പിന്നീട് രാഹുൽ അടക്കമുള്ള കൂടുതൽ പേരെ ശക്തമായി പിടിച്ചു നീക്കുകയും ചെയ്തിരുന്നു. CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തിയതിൽ ഡൽഹി പോലീസ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അധിക്ഷേപ വീഡിയോകൾ പങ്കുവച്ച അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലാണ്. വിവരങ്ങൾ തേടി സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ ജന്മദിനാഘോഷത്തിന് എന്ന പേരിൽ എത്തിയ എംപിമാരെ അവരോടൊപ്പം കൂടിയാണ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് തലേ ദിവസമൊക്കെ ഈ എംപിമാരെയൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എംപിമാരെയൊക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ മല്ലികാർജുന ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചിട്ട് കേക്ക് മുറിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളും എംപിമാരും ഒക്കെ വന്നത്. എന്നിട്ട് അവരെയും കൊണ്ടാണ് അപ്രതീക്ഷിതമായി ലോക് കല്യാൺ മാർഗിലേക്ക് ഒരു ഇരച്ച കയറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം രാഹുൽ ഗാന്ധി നടത്തിയത്. അത് ഒരിക്കലും ഒരു ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു MP എന്ന നിലയിൽ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അത്രയേറെ അതീവ ജാഗ്രത ഉള്ള, അതീവ സുരക്ഷ ഉള്ള ഒരു മേഖലയാണ് പ്രധാനമന്ത്രിയുടെ വസതി എന്ന് പറയുന്നത്. ആ വസതിയിൽ പെട്ടെന്നൊരു മാർച്ച് നടത്തുക എന്ന് പറയുന്നത് അനുമതി പോലും നേടാതെ രാഹുൽ ഗാന്ധി നടത്തിയ മാർച്ച് വലിയ രീതിയിൽ തന്നെ അന്ന് തന്നെ വിവാദമായിരുന്നു. അവസാനമാണ് ഡൽഹിയിലെ മറ്റു ജില്ലകളിൽ നിന്നടക്കം പോലീസുകാരെ കൊണ്ട് വന്നതിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മല്ലികാർജുന ഖാർഗെയും KC വേണുഗോപാലിനെയും അടക്കമുള്ള നേതാക്കളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം വരെയുണ്ടായി. പ്രധാനമന്ത്രിയുടെ വസതിയുടെ കവാടത്തിന് മുന്നിൽ ഇരുന്നായിരുന്നു പ്രതിപക്ഷ നേതാക്കളുടെ ധർണ. കേരളത്തിൽ നിന്നടക്കം കേരള മുഖ്യമന്ത്രി VD സതീശൻ, അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥ് അടക്കമുള്ളവർ ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനാണ് VD സതീശൻ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും കാണാനായിട്ട് ഡൽഹിയിലേക്ക് പോയത്. ആ സമയത്താണ് VD സതീശനെ കൂടെ വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തിയത്. പക്ഷേ VD സതീശൻ ചെയ്ത ഒരു തെറ്റ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു ഭരണഘടനയെല്ലാം ലംഘിച്ച ഒരു അല്ലെങ്കിൽ ലംഘിക്കുന്ന ഒരു പ്രവണതയായിരുന്നു VD സതീശന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതീവ സുരക്ഷാ മേഖലയായ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാക്കൾ അപ്രതീക്ഷിതമായി പ്രതിഷേധിച്ചത് വലിയ ഇന്റലിജൻസ് വീഴ്ചയായി വിലയിരുത്തപ്പെടുകയാണ്.